ഹലോ ഗൈസ്, തൃശ്ശൂർ ജില്ലയിൽ അധികം ആൾക്കാരൊന്നും കാണാത്തൊരു ഹിഡൻ വാട്ടർഫോൾസ് കണ്ടാലോ നമുക്ക്. തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 13 കിലോമീറ്റർ മാത്രം അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന കുണ്ടുകാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് ഈ വട്ടായി വാട്ടർഫോൾസ്. അങ്ങോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ നിറച്ച് വെള്ളത്തിലൂടെയൊക്കെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിൻ്റെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ ഒരു തണവും അതൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ വട്ടായി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോയത്. അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നനയൂല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നനയാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് എന്തായാലും കൈപ്പിടിക്കണം. ഡ്രസ്സ് കൈപ്പിടിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കല്ലേ നമുക്ക് വെള്ളത്തിലിറങ്ങി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് അവിടെ പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നനഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് അവിടെ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങിയിട്ട് കളിച്ച് ആർമാദിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടി സാത്തിയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. നമുക്ക് പിന്നെ കുട്ടികളെ ധൈര്യമായിട്ട് അതിൽ വെള്ളത്തിലിരുത്താം, ഒഴുകിപ്പോവൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരുത്താം. അതുപോലെ തന്നെ ഒരുപാട് ആഴമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെള്ളത്തിലിരുത്താനൊക്കെ പറ്റും. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. എല്ലാവരും ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളും ബാഗും ഒക്കെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ വെള്ളം വീഴുന്നതിൻ്റെ തൊട്ട താഴെ പോയി നിൽക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് നിൽക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ശരിക്കും ആ വെള്ളം വീണതിൻ്റെ അടിയിൽ നമുക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് ഒരു വേറെ തന്നെയാണ്. നമുക്കത് റിസ്ക് ഇല്ലാത്ത കാരണമാണ് നമ്മളൊക്കെ അങ്ങനെ പോയി നിന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് ഫോൺ അറ്റത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ വേറൊരാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് പിടിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ വെള്ളത്തിൽ വളരെയധികം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളും എല്ലാവരും മൊത്തത്തിൽ വെള്ളത്തിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വേറെയും കുറേ സ്പോട്ടുകളുണ്ട്. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെയുള്ള ചേപ്പാറ റോക്ക് ഗാർഡൻ, അതുപോലെ പൂമല ഡാം, ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഒരു ദിവസം വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഭാഗത്ത് തന്നെ കുറച്ചധികം സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മൾ അവിടെ നിന്ന് എടുത്തതും ഒക്കെ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർഫോൾസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.